ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹം നിറഞ്ഞ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലൊരു മനോഹരമായ ദിനം കൂടി ജീവിതത്തിൽ കാണുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമൊരുക്കി. ഈ ദിനത്തിലെ സന്തോഷവും ദൈവം ഒരുക്കി വെച്ച നന്മകളും അനുഭവിപ്പാൻ കർത്താവ് ഇതുവരെയും നമ്മെ സഹായിച്ചു, നമ്മെ കരുതുകയും നമ്മെ നടത്തുകയും ചെയ്ത കർത്താവിന് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു കുറിവാക്യം വായിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നാം പാഠഭാഗമായി വായിച്ചു കേട്ട സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്കു സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്താണ് സദൃശ്യവാക്യങ്ങൾ? സദൃശ്യവാക്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാലങ്ങൾക്ക് മുൻപ് BC 10-10-ാം നൂറ്റാണ്ട് ആ കാലയളവുകളിൽ മനുഷ്യൻ വായ്മൊഴിയായി ചൊല്ലിയ, അല്ലായെങ്കിൽ വായ്മൊഴിയായി പറഞ്ഞു നടന്നതായ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് സദൃശ്യവാക്യങ്ങളായി നമുക്ക് ഈ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പൂർവികർ വായ്മൊഴിയായി പറഞ്ഞതായ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവരിങ്ങനെ പറഞ്ഞു നടന്നതായ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് നമുക്ക് ഈ സദൃശ്യവാക്യം പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ജീവിത അനുഭവങ്ങളെയാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുക. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം ഒരപ്പൻ്റെ വാക്കുകളാണ്. ഒരപ്പൻ ചൊല്ലുന്ന, അല്ലെങ്കിൽ ഒരപ്പൻ്റെ വായ്മൊഴിയായി പുറത്തു വരുന്ന ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് നമുക്കവിടെ കേൾക്കുവാൻ, കാണുവാൻ കഴിയുക. എന്താണ് പറയുന്നത്? ഒരു മക്കളോട് പറയുന്നത് പോലെ, മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുതേ. ഇന്ന് വിദ്യാഭ്യാസ ഞായറായിട്ടാണ് നാം ആചരിക്കുന്നത്. വിദ്യാഭ്യാസ ഞായർ. ഒരു ചോദ്യം ചോദിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ആദ്യ പാഠശാല എവിടെയാണ്? ഉറക്കെ പറഞ്ഞേ. വീട്, അല്ലേ? ഒരു മനുഷ്യൻ്റെ ആദ്യ പാഠശാല എന്ന് പറയുന്നത് അത് അവനവൻ്റെ വീടുകളാണ്, അത് അവനവരുടെ ഭവനമാണ്. അത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഒരു കാലഘട്ടത്തിലെ കഴിഞ്ഞുപോയ പൂർവികരുടെ കാലഘട്ടത്തിലെ ഭവനങ്ങൾ നാം വീക്ഷിച്ചാൽ ആ ഭവനങ്ങൾ നല്ല പാഠശാലകളായിരുന്നു. ആ ഭവനങ്ങൾ ആരാധനാലയങ്ങളായിരുന്നു. അവിടെ നിന്നും പഠിക്കുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു, അല്ലേ? ആ ഭവനങ്ങളിൽ നിന്നും പഠിക്കുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഭവനങ്ങളിൽ ആരാധനയുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവങ്ങൾ ആ ഭവനങ്ങൾക്കകത്തുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? ഒന്ന് പറയാമോ? ഇന്നത്തെ നാം പാർക്കുന്ന നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാനായി പറഞ്ഞാൽ, 2 വാക്ക് പറയാനായി പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയുവാനുള്ളത്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങൾ പാഠശാലകളായിരുന്നു. പഠിക്കുവാൻ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ പഠിക്കുവാൻ ഏറെ ഉണ്ടായിരുന്നു. ആ ഭവനം ആരാധനാലയങ്ങളായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ഭവനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഭവനങ്ങൾ സിനിമാ തിയേറ്ററുകളല്ലേ? ഇല്ലേ? അയ്യോ, നമ്മുടെ ആരുടെയും വീട്ടിൽ TV ഇല്ല, അല്ലേ? നമ്മളാരും വീട്ടിൽ സിനിമ കാണത്തില്ല, അല്ലേ? നമ്മുടെയൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഭവനങ്ങൾ തിയേറ്ററുകളായി, സിനിമാ തിയേറ്ററുകളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രഭാതത്തിൽ ഉണർന്ന്
ടെലിവിഷൻ അങ്ങ് ഓൺ ചെയ്യുകയാണ്, പിന്നെ അതിൽ ഓടുന്ന പരമ്പരകൾ അല്ലേ, അതിങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്നും എന്താണ് പഠിക്കുവാനുള്ളത് അല്ലേ? വാസ്തവത്തിൽ ആ ഭവനം ഒരു പാഠശാലയായി മാറ്റപ്പെടുന്നുണ്ടോ? ഇനിയും ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ നമ്മുടെ ഭവനത്തെക്കുറിച്ച് സംസാരിപ്പാനായി പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ഭവനങ്ങളിലേക്ക് നോക്കി പറയുവാനുള്ളത്, ഇത് ശവം സൂക്ഷിക്കുന്ന മോർച്ചറികളല്ലേ അല്ലേ? ശരിയല്ലേ? ശവം സൂക്ഷിക്കുന്ന മോർച്ചറികളായി നമ്മുടെ ഭവനങ്ങൾ മാറ്റപ്പെട്ടു. ഒരു കാലഘട്ടത്തിലേക്ക് നോക്കണം, തിരിഞ്ഞു നോക്കണം, ഇങ്ങനെ ഒരു സൂക്ഷിപ്പ് ഇല്ല അല്ലേ? മാസങ്ങൾക്ക് ആഴ്ചകൾക്ക് വേണ്ടുന്നതൊക്കെ കൊണ്ടുവന്ന് അല്ലേ സൂക്ഷിച്ചു വയ്ക്കുന്നതായ അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്ത് അന്നന്നത്തേക്ക് വേണ്ടുന്നത് അധ്വാനിച്ച് സമ്പാദിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അന്നന്നത്തേക്ക് വേണ്ടുന്നത് ചന്തകളിൽ പോയി മേടിക്കുന്നു. ഇന്ന് നടക്കാൻ വയ്യ അല്ലേ? ഇന്ന് യാത്ര ചെയ്യാൻ വയ്യ. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നമുക്ക് കിട്ടണം. പാഠശാലകൾ ശവം സൂക്ഷിക്കുന്ന മോർച്ചറികളായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ നമ്മുടെ കാലഘട്ടം? ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുക. ഈ ഭവനത്തെക്കുറിച്ച് വീണ്ടും പറയാനായിട്ട് തുടങ്ങിയാൽ ഇതൊരു യന്ത്രങ്ങളുടെ കലവറയല്ലേ അല്ലേ? യന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നിറയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇല്ലേ? നമ്മുടെ ഇന്ന് ഭവനങ്ങളിലില്ലേ? ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഭവനങ്ങൾ ഇന്ന് യന്ത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു കലവറയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മടങ്ങി വരവ് അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എങ്കിലും നമ്മുടെ ഭവനങ്ങൾ നല്ല പാഠശാലകളാക്കുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ വളരുന്ന തലമുറകൾ നല്ല മക്കളായി, ദേശത്തിനും സഭയ്ക്കും കൊള്ളാകുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല മക്കളായി വളർന്നു ശോഭിക്കണം. നല്ല പാഠശാലകളായി നമ്മുടെ ഭവനങ്ങൾ മാറ്റപ്പെടണം. നമ്മുടെ ഭവനങ്ങൾ ആരാധനാലയങ്ങളായി മാറ്റപ്പെടണം. ഒരു കാലഘട്ടത്തിൽ ഭവനങ്ങൾക്കകത്ത് ഉയർന്നു വന്നതായ ദൈവീക ശബ്ദം, ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വം, ആരാധന ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നില്ലേ? ഒരു മടങ്ങി വരവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പരമഗുരുവായ യേശുവേ, നിന്റെ കീഴിൽ പഠിക്കുവാൻ, നിന്റെ കീഴിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം അല്ലേ? ഈ പ്രതിസന്ധികൾ നിറയപ്പെട്ടതായ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, തിന്മകൾ കൊണ്ട് നിറയപ്പെട്ടതായ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, അറിവുകൾ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, പരമഗുരുവായ ക്രിസ്തുവേ, നിന്റെ കീഴിൽ പഠിക്കുവാൻ, നിന്റെ കീഴിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവ് നമ്മോട് പറയുന്നതായ വാക്കുകളാണ്. നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ക്രിസ്തുവിനോടൊപ്പം പഠിക്കുവാൻ, ക്രിസ്തുവിനോടൊപ്പം വളരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു 3 കൊച്ചു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമ വേദഭാഗം നാം വായിച്ചു കേട്ട സദൃശ്യവാക്യം 4 അതിൻ്റെ 10-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 4 അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: മനുഷ്യജീവന്റെ വില അറിയുന്ന ഗുരു. മനുഷ്യജീവന്റെ വില അറിയുന്ന ഗുരു. നമ്മുടെ ക്രിസ്തുവിനെ
ഗുരുവായി നാം കാണുമ്പോൾ പരമഗുരുവായ ക്രിസ്തുവിൻ്റെ ഒരു സവിശേഷതയാണ് മനുഷ്യ ജീവന്റെ വിലയറിയുന്ന ഗുരുവാണ് നമ്മുടെ ക്രിസ്തു. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. മനുഷ്യൻ്റെ ജീവന്റെ വിലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിശ്ചയം നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. എൻ്റെ ജീവന്റെ വിലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിശ്ചയം എനിക്കുണ്ടോ? പലപ്പോഴും നമുക്ക് ആ നിശ്ചയമില്ല, അല്ലേ? എനിക്ക് എൻ്റെ ജീവന്റെ വിലയെക്കുറിച്ചൊരു നിശ്ചയമില്ല. എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവന്റെ വിലയെക്കുറിച്ച് പലപ്പോഴും എനിക്ക് നിശ്ചയമില്ല. ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവന്റെ വിലയെക്കുറിച്ച് പലപ്പോഴും അവർക്ക് നിശ്ചയമില്ലാതെ പോകുന്നുണ്ട്. എവിടെ ഈ നിശ്ചയമുണ്ടാകുന്നുവോ അവിടെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവന്റെ വിലയെക്കുറിച്ച് നിശ്ചയമുള്ളവരായി തീരുന്നുവെങ്കിൽ, അവരുടെ വില എന്ത് എന്ന് നമുക്കറിയുവാൻ കഴിയുന്നുവെങ്കിൽ, അവരുടെ മുൻപിൽ ഒരു നല്ല ഗുരുവായി ശോഭിപ്പാൻ, അവരുടെ മുൻപിൽ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരുവാൻ നമുക്ക് കഴിയും എന്നത് വാസ്തവമാണ്. ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ജീവന്റെ വിലയറിഞ്ഞ ഒരു പരമഗുരുവാണ്, അല്ലെ? എന്റെയും നിങ്ങളുടെയും ജീവന്റെ വിലയറിഞ്ഞ പരമഗുരുവാണ്. നാം വായിച്ചു കേട്ട ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ശൗലിനെ കുറിച്ച് പഠിപ്പിക്കുകയാ. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവൻ, അല്ലെ? ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് വിദ്യ സമ്പാദിച്ചവൻ, പഠിച്ചവൻ. ആ പഠനം അവനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എവിടെയാണ്? ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ, അല്ലെ? ആ പഠനം അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാ. ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി അവരെ ഉപദ്രവിക്കുവാനുള്ള അധികാരപത്രം വാങ്ങി പുറപ്പെടുന്നതായ ഒരു അനുഭവത്തിലേക്കാണ് ശൗലിനെ ആ പഠനം കൊണ്ടു ചെന്നെത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം പഠിക്കുന്ന നമ്മുടെ പഠനങ്ങൾ നമ്മെ എവിടെയാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്? ജീവിതത്തിൽ ശാന്തമായി ഒന്ന് തിരിഞ്ഞു നോക്കുക. നാം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ അറിവുകൾ, നാം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ ജ്ഞാനം, അത് നമ്മെ എവിടെയാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്? ഇവിടെ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ജ്ഞാനം സമ്പാദിച്ചവൻ, അറിവ് നേടിയവൻ എത്തപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ നാശം കാണുവാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, നാം അറിയുന്ന, നാം നേടുന്ന അറിവുകൾ, ജ്ഞാനങ്ങൾ ജീവന്റെ വില എന്ത് എന്ന് തിരിച്ചറിയുന്നതായിരിക്കണം, അല്ലേ? നമ്മുടെ ചുറ്റുപാടും കഴിയുന്നവരുടെ ജീവന്റെ വിലയെ തിരിച്ചറിയുവാനുള്ള അറിവ് നമുക്ക് നേടുവാനായിട്ട് കഴിയണം. ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് കയറി വന്നു. കൊച്ചുമക്കളെ കേട്ടോണ്ടിരിക്കണം. ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ് റൂമിലേക്ക് കയറി വന്നു. അദ്ദേഹം ഇന്ന് വന്നപ്പോൾ കയ്യിൽ ഒരു 500 രൂപയും കൊണ്ടാണ് വന്നത്. ഈ 500 രൂപ ക്ലാസ് റൂമിൽ വന്നു, മുൻപിലിരിക്കുന്ന കുട്ടികളുടെ മുൻപിൽ ഇങ്ങനെ നിവർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കാർക്കു വേണം? ഇത് നിങ്ങളിൽ ആർക്കു വേണം എന്ന് ചോദിച്ചു. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ വന്നു, 500 രൂപ വിടർത്തി കാണിച്ചു. ഇത് ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ എന്തു പറയും? എനിക്ക് വേണം, അല്ലേ? ഇതെനിക്ക് വേണം. അപ്പോൾ ആ ക്ലാസ് റൂമിലിരുന്ന എല്ലാ കുട്ടികളും അധ്യാപകനോട് ആവശ്യപ്പെട്ടു, ഇതെനിക്ക് വേണം. അധ്യാപകന്റെ മുൻപിൽ കൈനീട്ടി, അല്ലേ? എല്ലാവരും കൈനീട്ടി, ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. എന്നിട്ട് ഈ അധ്യാപകൻ ഈ നോട്ടിനെ ഡെസ്കിന് പുറത്തിട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ചോക്കിൻ്റെ പൊടിയൊക്കെ ഈ നോട്ടിൽ പറ്റി. എന്നിട്ട് എടുത്ത് വീണ്ടും നിവർത്തി കാണിച്ചു. അധ്യാപകൻ ചോദിച്ചു, ഇപ്പോൾ ഈ നോട്ട് ആർക്ക് വേണം? എല്ലാവരും കൈനീട്ടി, എനിക്ക് വേണം, അല്ലേ? പിന്നെയും അതുപോലെ തന്നെ എല്ലാവരും കൈനീട്ടി. ഈ പൊടി അതിൽ പറ്റിയെങ്കിലും കുഴപ്പമില്ല, ഈ നോട്ട് എനിക്ക് തന്നെ വേണം. അധ്യാപകൻ പിന്നെ ചെയ്തത് ആ നോട്ട് തറയിലിട്ടു, ഒന്ന് ചവിട്ടി. അപ്പോൾ തൻ്റെ കാലിലുണ്ടായിരുന്ന ചെരുപ്പിൻ്റെ പാടുകൾ
ആ നോട്ടിൽ പതിഞ്ഞു. വീണ്ടും എടുത്ത് നിവർത്തി കാണിച്ചു. ഇപ്പോൾ ഈ നോട്ട് ആർക്ക് വേണം? എന്നിട്ടും എല്ലാ കുട്ടികളും കൈനീട്ടി, ഈ നോട്ട് എനിക്ക് വേണം, അല്ലേ? ഈ നോട്ട് എനിക്ക് വേണം. അധ്യാപകന്റെ കയ്യിലിരിക്കുന്ന ഈ 500 രൂപ അതെനിക്ക് വേണം. എല്ലാവരും കൈനീട്ടി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ അധ്യാപകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ നോട്ട് കൈക്കകത്ത് വെച്ച് ചുരുട്ടുവാനായി തുടങ്ങി. ഇതിനെ നന്നായി ചുരുട്ടി മടക്കി എന്നിട്ടെടുത്ത് കുട്ടികളുടെ മുൻപിൽ കാട്ടി, ഇതിപ്പോൾ ആർക്ക് വേണം? ഡെസ്കിലെ ചോക്കിന്റെ പൊടി പുരണ്ടിട്ടുണ്ട്, കാലിലെ ചെരുപ്പിന്റെ പൊടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൈക്കകത്തുള്ളിലിരുന്ന് ഇത് മടങ്ങി ചുരുണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആർക്ക് വേണം? അപ്പോഴും എല്ലാ കൈകളും അധ്യാപകനിലേക്ക് നീട്ടി, ഇതെനിക്ക് വേണം. എന്തേ ഇപ്പോഴും ഇത് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? കുട്ടികൾ പറഞ്ഞു, ഇതൊരു 500 രൂപയല്ലേ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങാം. പ്രിയമുള്ളവരെ, അധ്യാപകൻ ആ കുട്ടികളോട് പറഞ്ഞു, ഇതാണൊരു മനുഷ്യന്റെ വില. തിരിച്ചറിയുവാൻ കഴിയണം. നിങ്ങളുടെ സുഹൃത്തിന്റെ വില എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. അവരുടെ ജീവന്റെ ഒരു വിലയുണ്ട്. ആ വില എന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. മാതാപിതാക്കളുടെ വില എന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. സഹോദരന്റെ വില എന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഒന്ന് പൊടി പറ്റിയെന്ന് പറഞ്ഞ്, ഒന്ന് ചുളുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ളതല്ല, തള്ളിക്കളയുവാനുള്ളതല്ല, വേണ്ട എന്ന് വയ്ക്കുവാനുള്ളതല്ല, ചേർത്ത് പിടിക്കുവാനുള്ളതാണ് ബന്ധങ്ങൾ, അല്ലേ? മനുഷ്യ ജീവന്റെ വില എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പരമഗുരുവായ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ജീവന്റെ വില എന്ത് എന്ന് അറിയുവാൻ വേണ്ടിയാണ്. അതറിഞ്ഞവർക്ക് അത് പഠിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, പരമഗുരുവായ കർത്താവേ, നിന്നിൽ നിന്നും മനുഷ്യന്റെ ജീവന്റെ വില എന്ത് എന്ന് പഠിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, പ്രാപ്തയാക്കണമേ. രണ്ടാമത്തെ ചിന്ത, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് 4 അതിന്റെ 35-ാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നു, മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി. നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം നാം പഠിക്കുമ്പോൾ യേശു 2 ഇടങ്ങൾ സന്ദർശിക്കുകയാണ്. 2 ഇടങ്ങൾ. ഒന്ന് ഒരു പള്ളിയിൽ, അല്ലേ? ഒന്ന് ഒരു പള്ളിയിൽ യേശു സന്ദർശിച്ചു. അവിടെ കാണുന്നത് അശുദ്ധാത്മാവ് ബാധിച്ചതായ ഒരു മനുഷ്യനെയാണ്. 2, യേശു സന്ദർശിക്കുന്നത് ശീമോന്റെ ഭവനമാണ്. ശീമോന്റെ ഭവനത്തിൽ, ശീമോന്റെ വീട്ടിൽ തൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് ആമൻ കഠിന ജ്വരം ബാധിച്ച് കിടക്കുകയാണ്. ആ ഭവനം യേശു സന്ദർശിക്കുകയാണ്. ഇങ്ങനെ 2 ഇടങ്ങൾ യേശു സന്ദർശിക്കുകയാണ്. ഈ 2 ഇടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരിടത്ത് ഭൂതം ബാധിച്ച മനുഷ്യൻ, ഒരിടത്ത് രോഗം ബാധിച്ച ഒരു വ്യക്തി. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂതവും രോഗവും ഒക്കെ ബാധിച്ച മനുഷ്യരെ ജനം അകറ്റി നിർത്താറുണ്ട്, ജനം മാറ്റി നിർത്താറുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താറുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ജനം ഇങ്ങനെ കരുതിയിരുന്നു, ഇത് പകരുന്നതാണ്, ഭൂതം പകരും, രോഗം പകരും, അല്ലെ? അതുകൊണ്ട് ഇത് പകരാതിരിക്കുവാൻ അവരെ ഒറ്റപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ജനം വിശ്വസിച്ചിരുന്നത്, ഭൂതം ബാധിക്കുന്നുവെങ്കിൽ, ജ്വരം വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രോഗം വരുന്നുവെങ്കിൽ അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടായിരിക്കാം, പാപം കാരണമായിരിക്കാം. ഇങ്ങനെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കഴിയുന്നവരുടെ അരികിലേക്കാണ് യേശു ഇറങ്ങി വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിലൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്: ചുറ്റുപാടുകളെ മനസ്സിലാക്കിയ ഗുരു, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്ന ഗുരു. പ്രിയമുള്ളവരെ, ഞാനായിരിക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെ, ഞാനായിരിക്കുന്ന എൻ്റെ ചുറ്റുപാടുകളെ പൂർണ്ണമായിട്ടും അറിയുന്ന, മനസ്സിലാക്കുന്ന ഗുരുവാണ് നമ്മുടെ ദൈവം, അല്ലേ? ഞാൻ എന്ത് ഭാരത്തോടെ ആയിരിക്കുന്നുവെന്നുള്ളത്, ഞാൻ എന്ത് പ്രതിസന്ധിയോടെ ആയിരിക്കുന്നുവെന്നുള്ളത് കൃത്യമായി അറിയുന്ന ഒരു ഗുരുവാണ്
നമ്മുടെ ദൈവം. ഒരു ക്ലാസ് റൂമിലായിക്കോട്ടെ, ഒരു 50 കുഞ്ഞുങ്ങൾ, 50 വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ പഠിപ്പിക്കുന്ന അധ്യാപകന് 50 പേരുടെയും ചുറ്റുപാടുകൾ ഒന്നുപോലെ അറിഞ്ഞുവെന്ന് വരച്ചില്ല, അല്ലേ? 50 പേരുടെയും ജീവിത സാഹചര്യങ്ങൾ എന്ത് എന്ന് അറിഞ്ഞുവെന്ന് വരച്ചില്ല. എന്നാൽ ചിലരുടെയെങ്കിലും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ അധ്യാപകൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പഠിപ്പിക്കുന്ന കുട്ടികളുടെ ചുറ്റുപാടുകൾ, അല്ലെ, അവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ അധ്യാപനം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്, അല്ലെ? അതെത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ചുറ്റുപാടുകളെ അറിഞ്ഞുകൊണ്ടാണ്, നമ്മുടെ സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇന്ന് ജീവിച്ചു പോകുന്ന എൻ്റെ ചുറ്റുപാടുകളെ അറിഞ്ഞ് എൻ്റെ അരികിൽ ഇറങ്ങി വന്ന് എന്നെ പഠിപ്പിക്കുന്ന ഗുരുവാണ് യേശു, അല്ലേ? ഭൂതം ബാധിച്ച മനുഷ്യൻ്റെ അരികിലേക്ക് അവൻ്റെ ചുറ്റുപാടുകളെ, സാഹചര്യങ്ങളെ അറിഞ്ഞ് ഇറങ്ങി വന്ന് അവനെ പഠിപ്പിച്ച ക്രിസ്തു. രോഗം ബാധിച്ചു കിടന്ന സ്ത്രീയുടെ അരികിലേക്ക് അവരുടെ ചുറ്റുപാടുകളെ അറിഞ്ഞ് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന ഗുരു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ സാഹചര്യങ്ങളെ അറിയുന്നത് നീയാണ്, എൻ്റെ ചുറ്റുപാടുകളെ അറിയുന്നത് നീയാണ്, എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ പോരായ്മകളെ അറിയുന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിക്കുവാൻ നീ മതിയായവൻ, അല്ലേ? എന്നെ വളർത്തുവാൻ നീ മതിയായവൻ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് സങ്കടങ്ങൾ തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ദൈവമേ, എനിക്ക് വേദനകൾ വേണ്ട, തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? എനിക്ക് ഭയം തരരുതേ, അല്ലേ? എനിക്ക് സങ്കടങ്ങൾ വന്നോട്ടെ, എനിക്ക് വേദനകൾ വന്നോട്ടെ, രോഗങ്ങൾ, പ്രയാസങ്ങൾ വന്നോട്ടെ, പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നിർഭയമായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഭയം തരരുതേ, എനിക്ക് ഭയം തരരുതേ. ഇങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം. വേദനകൾ വന്നോട്ടെ, സങ്കടങ്ങൾ വന്നോട്ടെ, എങ്കിൽ ഭയം കൂടാതെ അതിനെയൊക്കെ അതിജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഭയം തരരുതേ. ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം. കർത്താവേ, മനധൈര്യത്തോടെ അതിനെയൊക്കെ അതിജീവിപ്പാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ മനസ്സിനെ നിർഭയമാക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. പരമഗുരുവായ ദൈവം നമ്മുടെ ചുറ്റുപാടുകളെ അറിഞ്ഞ്, നമ്മുടെ സങ്കടങ്ങളെ അറിഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്ന ദൈവമാണ്. മനോഹരമായ ഒരു ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. ഗുരുവരനാം നീ കരുതുകിലെന്നെ, പുനരൊരു കുറവും വരികില്ല പരനേ. ഗുരുവരനാം നീ കരുതുകിലെന്നെ, പുനരൊരു കുറവും വരികില്ല പരനേ. അരികളിൻ നടുവിൽ വീരുന്നൊരുക്കും നീ, പരിമളത്തൈലം പകരുമെൻ ശിരസിൽ. അരികളിൻ നടുവിൽ വീരുന്നൊരുക്കും നീ, പരിമളത്തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ചുറ്റുപാടുകളെ അറിഞ്ഞ് നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് അരികളിൻ നടുവിൽ വിരുന്നൊരുക്കി നമ്മെ മനസ്സിലാക്കുന്നൊരു ഗുരു, അല്ലേ? എന്താണ് പരമഗുരു? എന്താണ് ഈ പരമഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രത്യേകത? ജീവന്റെ വില അറിയുന്ന ഗുരുവാണ്, നമ്മുടെ ചുറ്റുപാടുകളെ അറിയുന്ന ഗുരുവാണ്.
അവസാനമായി ഒരു ചിന്ത കൂടി. സങ്കീർത്തനം 141 അതിൻ്റെ 3-ാമത്തെ വാക്യം. 141 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ എങ്ങനെ പഠിപ്പിക്കുന്നു? യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദോരം കാക്കണമേ. ഭക്തന്റെ പ്രാർത്ഥനയാണ്. 141 സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നത്, അവർ എനിക്ക് വച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കേണമേ. ഈ ഗുരുവിനെ കുറിച്ച് മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കാവലാകുന്ന ഗുരു. അല്ലേ? നമുക്ക് കാവലായി തീരുന്ന ഗുരു. അതാണ് ഈ പരമഗുരുവിന്റെ പ്രത്യേകത. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പാപം ചെയ്യാതെ വണ്ണം, ദുഷ്പ്രവർത്തിക്കാർ എന്നെ വകവരുത്താതെ വണ്ണം എന്നെ കാത്തുകൊള്ളേണമേ. പരമഗുരുവായ ക്രിസ്തു അനുനിമിഷം നമ്മെ കാക്കുന്നവനാണ്. നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന ദുഷ്ടശക്തികൾ നമ്മെ തൊടാതെ വണ്ണം, ആമേൻ, ദുഷ്ടന്റെ ആലോചനകൾ നമ്മെ കീഴ്പ്പെടുത്താതെ വണ്ണം നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ കാവൽ ചെയ്യുന്ന ഗുരുവാണ്. ദാവീദിന്റെ ഒരു പ്രാർത്ഥന സങ്കീർത്തനം 17 അതിൻ്റെ 8 നമുക്ക് കാണാം. 17-ാം സങ്കീർത്തനം അതിൻ്റെ 8 ദാവീദ് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. അല്ലയോ ദൈവമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. പാപത്തിൽ ഞാൻ വീണുപോകാതെ വേണം, അകൃത്യത്തിൽ ഞാൻ വീണുപോകാതെ വേണം, ദുഷ്പ്രവർത്തിക്കാരുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടു പോകാതെ വേണം. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. കാവലാകുന്ന ഗുരു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ഞാനും നിങ്ങളും ഒരു കാവലായി തീരണം. അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാവലായി തീരുവാൻ എനിക്ക് കഴിയണം. എൻ്റെ ഭവനത്തിൽ ആമേൻ മാതാപിതാക്കൾ പരസ്പരം ഭാര്യയും ഭർത്താവും കാവലായി തീരുന്ന അനുഭവം, മക്കൾക്ക് കാവലായി തീരുന്ന അനുഭവം, ഒരു കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കൾക്ക് കാവലായി തീരുന്ന അനുഭവം, ഈ പരമഗുരുവായ ക്രിസ്തു നമ്മെ അത് പഠിപ്പിക്കുകയാണ്. അവൻ നമ്മെ കാക്കുന്നുണ്ട്. കാവലാകുന്ന ഗുരുവാണ്. ആ കാവൽ നമ്മെയും പഠിപ്പിക്കുകയാണ്. ഞാനൊരു കാവൽക്കാരനായി തീരണം. നമ്മെ ഈ ഭൂമിയിൽ തമ്പുരാൻ ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? ദേശത്തിന്റെ കാവൽക്കാരൻ, കുടുംബത്തിന്റെ കാവൽക്കാരൻ, ദൈവം നമ്മെ സഭയുടെ കാവൽക്കാരൻ ആക്കി ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ആ ദൗത്യം ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടേതായ ദുശ്ശീലങ്ങൾ കാരണം, അല്ലേ, നമ്മുടേതായ ദുശ്ശീലങ്ങൾ കാരണം ശരിക്കും മറ്റുള്ളവർക്ക് കാവലായി തീരുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ കഴിയുന്നില്ല. നമ്മുടെയൊക്കെ ദുശ്ശീലങ്ങൾ കാരണം നമ്മുടെ ഭാവി ജീവിതങ്ങൾ തകർന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തകൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, മനുഷ്യന്റെ ഭാവിയെ മാറ്റുവാൻ അവന് കഴിയത്തില്ല. മനുഷ്യന്റെ ഭാവിയെ മാറ്റുവാൻ അവന് കഴിയത്തില്ല. എന്നാൽ എന്തു മാറ്റുവാൻ കഴിയും? ശീലങ്ങളെ മാറ്റുവാൻ അവന് കഴിയും, അല്ലേ? ഒരു മനുഷ്യന് അവന്റെ ഭാവിയെ മാറ്റുവാൻ കഴിയത്തില്ല, പിന്നെയോ അവന്റെ ശീലങ്ങൾ മാറ്റം വരുത്തുവാൻ, ശീലങ്ങളെ മാറ്റുവാൻ അവന് കഴിയും. ആ ശീലങ്ങൾ അവന്റെ ഭാവിയെ മാറ്റും, അല്ലേ? ഒരിക്കൽ കൂടി പറയാം, ഭാവിയെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല, ശീലങ്ങളെ മാറ്റുവാൻ കഴിയും. ആ ശീലങ്ങൾ അവന്റെ ഭാവിയെ തന്നെ മാറ്റുന്നതായിരിക്കും. ഇത് പറഞ്ഞത് ആരാ? അബ്ദുൽ കലാം, അല്ലേ? ഇത് പറഞ്ഞത് അബ്ദുൽ കലാമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശീലങ്ങളെ മാറ്റി അത് നമ്മുടെ ഭാവിക്ക് അനുഗ്രഹമായി തീരുവാൻ, ഭാവിയെ തന്നെ മാറ്റുന്നതായി തീരുവാൻ, ദൈവമേ എന്നെ ദുശീലങ്ങളിൽ പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ, അല്ലേ? എന്നെ ദുശീലങ്ങളിൽ പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ. പാപത്തിന്റെ വഴികളിൽ വീണുപോകാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണമേ. സ്നേഹിക്കേണ്ടുന്നവരെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. നല്ല കൂട്ടുകെട്ടുകളെ കൂടുവാൻ ഒക്കെ വേണം എന്നെ കാത്തുകൊള്ളണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് കൂട്ടുകാർ ഒരുമിച്ചിങ്ങനെ നടന്നു പോവുകയാണ്.
രണ്ടുപേരും ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. രണ്ട് ചങ്ങാതിമാർ ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഇവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അങ്ങനെ അതിൽ ഒരു ചങ്ങാതി മറ്റേ ചങ്ങാതിക്ക് ഒരു അടി കൊടുത്തു. ഈ അടി കിട്ടിയതായ ചങ്ങാതി തിരിച്ചു പ്രതികരിക്കുന്നില്ല. ഈ സ്നേഹിതൻ ചെയ്യുന്നത് താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു, എൻ്റെ സുഹൃത്ത്, എൻ്റെ ചങ്ങാതി ഇന്ന ദിവസം ഈ സമയം ഇവിടെ വെച്ച് എന്നെ അടിച്ചിട്ടുണ്ട് എന്ന് ആ മണലിൽ ആ മനുഷ്യൻ എഴുതി വെച്ചു. പിന്നെയും അവർ നടന്നു. 2-3 ദിവസങ്ങൾ പിന്നെയും അവർ നടന്നു മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴ കടക്കേണ്ടി വന്നു. ഈ പുഴ കടക്കുന്ന സമയം കാൽ വഴുതി ഈ അടി കൊണ്ട മനുഷ്യനൊന്ന് വീഴുവാനായി പോയി. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത്, അന്ന് അടി കൊടുത്ത മനുഷ്യൻ, ആ മനുഷ്യനെ കൈകൊണ്ട് താങ്ങി വീണുപോകാതിരിക്കുവാൻ, അല്ലേ, പുഴയിൽ വീണുപോകാതിരിക്കുവാൻ, ഒഴുക്കിൽ പെട്ടുപോകാതിരിക്കാൻ ആ മനുഷ്യനെ താങ്ങി മറുകരയെത്തി തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഉളിയെടുത്ത് പാറയുടെ മേൽ ഇങ്ങനെ എഴുതി വെച്ചു, എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ ഇവിടെ വെച്ച് ഇന്ന സമയം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഈ സ്നേഹിതൻ ആ ചങ്ങാതിയോട് ചോദിക്കുകയാ, നീ അന്ന് ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിൽ എഴുതി വെച്ചു, ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ പാറമേൽ എഴുതി വെച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം? ആ ചങ്ങാതി പറഞ്ഞു, അല്ലയോ സുഹൃത്തേ, അതങ്ങനെയാ. വെറുപ്പിൻ്റെ കഥകൾ മണലിൽ എഴുതി വെക്കുന്നതാണ് നല്ലത്. അത് കാറ്റ് വന്ന് പാറ്റിക്കൊണ്ടുപോകട്ടെ, അല്ലേ? വെറുപ്പിൻ്റെ കഥകൾ, വെറുപ്പിൻ്റെ അനുഭവങ്ങൾ, സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ, സങ്കടം തന്ന അനുഭവങ്ങൾ മണലിന്മേൽ എഴുതി വെക്കുന്നതാണ് നല്ലത്. അത് കാറ്റ് വന്ന് അഴിച്ചു കൊണ്ടുപോകട്ടെ. എന്നാൽ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ, കൈകൊടുത്ത ആ ഓർമ്മകൾ, അത് പാറമേൽ കൊത്തപ്പെടണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയേ, നമ്മുടെ ഓർമ്മയിലുള്ളത് എന്താ? വെറുപ്പിൻ്റെ അനുഭവങ്ങളല്ലേ? നിരാശയുടെ അനുഭവങ്ങളല്ലേ? കാറ്റിൽ പാറിപ്പോകേണ്ടുന്നത് പോയിട്ടുണ്ടോ? ലഭ്യമായ സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ പലതും മനുഷ്യൻ മറന്നുപോയില്ലേ? ഒരു കാലഘട്ടത്തിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിച്ചതായ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മറന്നുപോയോ? കല്ലിലെത്തപ്പെട്ട എഴുതപ്പെട്ട അക്ഷരങ്ങളായി ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മാറ്റപ്പെടണം, അല്ലേ? അവിടെയാണ് അനുഗ്രഹമുണ്ടാവുക, അവിടെയാണ് നന്മയുണ്ടാവുക. ദൈവമേ, അരുതാച്ച വഴികളിൽ പോകാതെ വേണം എന്നെ കാത്തുകൊള്ളണമേ. ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല സ്നേഹിതനായി, പരമഗുരുവായി എന്നോടൊപ്പം ഇരുന്ന് വഴി നടത്തണമേ. പരമഗുരുവായി ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് അതുപോലെയല്ലേ? നാം ക്രിസ്തുവിനെ സമ്പാദിച്ച വെറുപ്പൊക്കെ അഴിഞ്ഞുപോയി, അതൊക്കെ മായപ്പെട്ടു. നാം ക്രിസ്തുവിനെ സ്നേഹിച്ച അനുഭവങ്ങളാണ് ക്രിസ്തു ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്. ഒരു നല്ല കാവൽക്കാരനായി നമ്മോടൊപ്പം നമ്മുടെ ക്രിസ്തുവുണ്ട്. പരമഗുരുവായ ദൈവം നമ്മോടൊപ്പമുണ്ട്. 3 കൊച്ചു ചിന്തകളാണ് ഇന്ന് നാം പങ്കുവെച്ചത്. ജീവന്റെ വിലയറിയുന്ന ഗുരുവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ചുറ്റുപാടുകളെ വ്യക്തമായി അറിയുന്ന ഗുരുവാണ് നമ്മുടെ കർത്താവ്. നമുക്ക് കാവലാകുന്ന ഗുരുവാണ് നമ്മുടെ കർത്താവ്. ഈ കേൾക്കപ്പെട്ട തിരുവചനങ്ങളിലൂടെ ദൈവം തൻ്റെ പരിശുദ്ധയാത്മാവിനാൽ നാമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.